നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എൻ.ഡി.എ യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ബി.ഡി.ജെ.എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഡി.സി.സി സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമം പാളി. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റിൽ മത്സരിക്കേണ്ടതില്ലെന്നാണ് ബി.ജെ.പിയുടെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതിനിടയിലാണ് സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകിയത്. മത്സരിക്കുന്ന കാര്യത്തിൽ ബി.ഡി.ജെ.എസിനകത്തും ഭിന്നാഭിപ്രായമാണുള്ളത്. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതില്ലെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായാണ് ഒരുങ്ങേണ്ടതെന്ന അഭിപ്രായമുള്ളവരാണ് അധികവും. എൻ.ഡി.എ യോഗത്തിന് ശേഷം മാത്രമേ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് ബി.ഡി.ജെ.എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഭരണ തുടർച്ച എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷിയും മറ്റൊരു സംബന്ധിച്ച് ഭരണം കിട്ടുമ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ നിൽക്കുമ്പോൾ അവർ വലിയൊരു മത്സരം നടക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് പോയി ഇപ്പം ഞങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ് ബി.ഡി.ജെ.എസിനായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. എൻ.ഡി.എയുടെ എന്താണെന്നുള്ളത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവും. മലപ്പുറം ഡി.സി.സി ജനറൽ സെക്രട്ടറി ബീന ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി ശ്രമം നടത്തി. എം.ടി രമേശ് നേരിട്ട് ചർച്ച നടത്തി. അദ്ദേഹമാണ് എന്നോട് അപ്പോയിൻമെന്റ് എടുത്ത് നമ്മൾ കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. അദ്ദേഹത്തോട് സംസാരിച്ചു കൂടെ, പക്ഷേ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാനപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയ ബീന ജോസഫ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മീഡിയ 1 നിലമ്പൂർ.